പോളിംഗ് ദിനത്തിലും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്നു ഇ പി ജയരാജന്റെ BJP പ്രവേശന വിവാദം. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നും രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും ഇ പി ജയരാജൻ സമ്മതിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത്. അതിൽ എൻ്റെ പേര് വലിച്ചിഴച്ചു. എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ദല്ലാളെന്ന് TG നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ ഇ പി ജയരാജനെ പരസ്യമായി താക്കീത് ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. മുഖ്യമന്ത്രി നൽകിയത് മുന്നറിയിപ്പെന്ന് പറയുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. നിലപാടാ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ നിലപാടും പ്രശ്നങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം. അത് രണ്ടും വേർതിരിച്ച് കാണണം. അതല്ലൊരു മുന്നറിയിപ്പാണ്. കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. ഈ നന്ദകുമാറിന് ഇ പിക്ക് പേടിയാണെന്ന് ഏറ്റവും ഒടുവിൽ പറയുന്നു ശോഭാ സുരേന്ദ്രൻ. അതേസമയം ഇ പി ജയരാജനെ BJPയിൽ എത്തിക്കാനുള്ള നീക്കം 90% വിജയിച്ചിരുന്നതാണെന്നും ഇനി അക്കാര്യത്തിൽ കൂടുതൽ ഒന്നും പറയുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ രാവിലെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ 90% എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അപ്പോൾ ബാക്കിയൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്നെ അറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞാൽ പോലെ. തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഡൽഹിയിലെത്തിയത് പറഞ്ഞു, ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആൾ വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയതുകൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം. സജോ ദേവസ്യ, സജോ, അക്ഷരാർത്ഥത്തിൽ അതുവരെ ഇല്ലാത്തൊരു വിഷയം ഇന്നലെ രാവിലെയോടെ കെ സുധാകരന്റെ വായിൽ കൂടി വരുന്നു. പിന്നീട് വാർത്താ സമ്മേളന പരമ്പര, ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഇ പി ജയരാജന്റെ പ്രതികരണം, പിണറായിയുടെ താക്കീത്. ഇതെന്താണ്? ആകെ ഒരു എരിപൊരി സഞ്ചാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പിടികിട്ടാൻ നിൽക്കുന്നുണ്ടോ രാഷ്ട്രീയ കേരളം? പ്രതിരോധത്തിലാവുന്നുണ്ടോ CPM? സജോ. ഹാഷ്മിയും ഇ പി ജയരാജനെ കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ വിവാദങ്ങളെല്ലാം CPIMനെയും LDFനെയും ചെറുതല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇ പി ജയരാജന് കൂടിക്കാഴ്ചയെ ഒരു സാധാരണമായ സംഭവമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇ പിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രി, പരസ്യമായി താക്കീത് നൽകുന്നുണ്ട് മുഖ്യമന്ത്രി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരഞ്ഞെടുപ്പ് ദിനത്തിന് തലേന്നുമാണ് ഈ വിവാദങ്ങളെല്ലാം ചൂട് പിടിച്ചത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു കാണേണ്ടത്. ശോഭാ സുരേന്ദ്രനാണ് അതിന് തുടക്കമിട്ടതെങ്കിലും പിന്നീട് അത് കെ സുധാകരൻ ഏറ്റെടുത്തതോടെ വലിയ രാഷ്ട്രീയ വിവാദമായി വളരുന്നു. അതിന് പിന്നാലെ ഇന്ന് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്കിറങ്ങി ഇ പി ജയരാജൻ പറഞ്ഞ തുറന്നു പറച്ചിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണേണ്ടത്. അതായത് ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത് കുറെ കൂടി മറ്റൊരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് തുറന്നു പറയുന്നു എന്നതാണ്. അതൊരു ചോദ്യം പോലും ഇല്ലാതെ അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു, പക്ഷേ അത് അദ്ദേഹം സമ്മതിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ദല്ലാൽ നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ വരുന്നു, കാണുന്നു,
സംസാരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം മറ്റ് ചില തെളിവുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ അദ്ദേഹം നിരാകരിക്കുന്നു. പിന്നീട് ഗൂഢാലോചനയെന്നും കണ്ടു, അതിൽ രാഷ്ട്രീയമില്ല എന്നും വിശദീകരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ മാറുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹം ഇത്തരം പ്രതികരണങ്ങൾ പലതും നടത്തുമ്പോഴും ജാഗ്രത പാലിക്കുന്നില്ല. സൗഹൃദങ്ങളിൽ ഇ പി ജയരാജന് ജാഗ്രതയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ പ്രതികരണങ്ങളിലും ചില സൗഹൃദങ്ങളിലും ഒക്കെ വലിയ ജാഗ്രത കുറവ് ഉണ്ടാകുന്നുണ്ട് ഇ പി ജയരാജന്റെ കാര്യത്തിൽ എന്ന വിമർശനമാണ്. അത് മുഖ്യമന്ത്രി കൃത്യമായി പറയുകയും അദ്ദേഹം സാധാരണഗതിയിൽ ഒരു CPM നേതാവിനെ വേറൊരു CPM നേതാവ് അങ്ങനെ പരസ്യമായി വിമർശിക്കാറില്ല. അത് അവരുടെ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്ത് പാർട്ടി വേദികളിലെ വിമർശനമാണ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറയുകയാണ്. നേരത്തെയും നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമല്ലോ, ജാഗ്രത കുറവ് കാണുന്നതാണ്, അത് ജാഗ്രത കുറവാണ് എന്നൊക്കെ പരസ്യ വിമർശനം CPM-ലും പതിവുള്ളതല്ല. അങ്ങനെ സജോ? ഹാഷ്മിയും CPM-ൽ ഇതുവരെ പതിവില്ലാത്തൊരു കാര്യമാണ്. അത് പാർട്ടി ഘടകത്തിൽ പറയുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തു പറഞ്ഞത് എന്നതാണ്. അത്രത്തോളം അസ്വസ്ഥതയും അസംതൃപ്തിയും അതൃപ്തിയും ഒക്കെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹം കളങ്കിതനാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരെ വഞ്ചിക്കണം എന്ന് നോക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല, ഈ ജാവദേക്കറെ കണ്ടത് മാത്രമല്ല, അതിന്റെ സാക്ഷിയായി എങ്ങനെ ദല്ലാൽ നന്ദകുമാർ വന്നു എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് മറ്റൊരു ചരിത്രമുണ്ട്, അത് മുൻകാല ചരിത്രം ഉണ്ടെന്നത് മറ്റൊരു കാര്യം. ഒപ്പം പാർട്ടി സെക്രട്ടറിയും പറയുന്നു ഇയാൾ ഫ്രോഡാണ്. പക്ഷേ ആവർത്തിച്ച് ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് ഇ പി ജയരാജനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ തള്ളാതെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം വരുന്നത്. ഇതിലാകെ ഒരു വൈരുദ്ധ്യമുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ദല്ലാൽ നന്ദകുമാറിനെ തള്ളുന്നു. പക്ഷേ ഇ പി ജയരാജൻ അങ്ങനെ തള്ളിപ്പറയാനൊന്നും തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിനെതിരെ പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് ഇതിനകം അദ്ദേഹം പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കും, ഒപ്പം കെ സുധാകരനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അക്കാര്യത്തിൽ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ കാര്യത്തിൽ മാത്രം കേസ് കൊടുക്കാൻ വകുപ്പൊന്നും ഇല്ലല്ലോ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നു. ഇത് പക്ഷേ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പല കാര്യങ്ങളെയും, അതായത് LDF മുന്നോട്ട് വെച്ച പല ക്യാമ്പയിനുകളെയും ഈ ഒരു വിവാദം വന്നു മൂടി എന്നൊരു അതൃപ്തിയും ആശങ്ക ഒക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അതൃപ്തി സംബന്ധിച്ച ചർച്ചകളൊക്കെ ഒരു വശത്തുണ്ട്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും ഇ പി ജയരാജൻ സജീവമായി എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വശമായി നിൽക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിയിൽ ഇത് വലിയൊരു കാർമേഘമായി ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ഇ പിയോടുള്ള അതൃപ്തി പരസ്യമാക്കുന്നു. പാർട്ടി സെക്രട്ടറി മാത്രം കടുത്ത ഭാഷയിലേക്ക് കടക്കാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആക്രമണം എന്ന നിലയിൽ മാത്രമായി അതിനെ ചുരുക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും തീരുമാനിച്ചുറച്ചു തന്നെയാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയതെന്നാണ് ഇതിലെ ശ്രദ്ധേയമായ വശം. ഓക്കെ, സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.